ഇന്നലെ പാകിസ്ഥാൻ വിക്ടറി ഡേ ഒക്കെ ആചരിച്ചിരുന്നു. ഇന്ത്യക്കെതിരെ ജയിച്ചു എന്നൊക്കെ അവകാശപ്പെടുകയാണ്. അതേ സമയം തന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തങ്ങളുടെ റാവൽപിണ്ടി സൈനിക ആസ്ഥാനത്തെ ഏറ്റവും സുപ്രധാനമായ ടാക്ടിക്കലി പാകിസ്ഥാന്റെ ഏറ്റവും പരമപ്രധാനമായ നൂർഖാൻ ബേസിലേക്ക് ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ എത്തി. അത് അസീം മുനീർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വെളിപ്പെടുത്തലുകൾ എന്തൊക്കെയാണ്? ഇന്നലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് UK ഫോറിൻ സെക്രട്ടറി ഡേവിഡ് ലാമി അവിടെ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ എന്തൊക്കെയാണ് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാകിസ്ഥാന്റെ ശ്രമങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിമ്പതി പിടിച്ചുപറ്റുക, അതിലൂടെ പിന്തുണ നേടുക എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി, അത് ഷഹബാസ് ഷെരീഫ് തന്നെ നേരിട്ട് ഇന്ത്യയുടെ ആക്രമണത്തിൽ ഇത്ര വലിയൊരു പ്രഹരമേറ്റു എന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ള കാര്യം തന്നെയാണ്. മെയ് 10 പുലർച്ചെ 2:30 അദ്ദേഹത്തെ അസീം മുനീർ, പാകിസ്ഥാന്റെ സൈനിക മേധാവി, സെക്യൂർഡ് ലാൻഡ് ലൈനിൽ വിളിച്ചു പറയുകയാണ്. അതായത് റാവൽപിണ്ടിയിൽ ആക്രമണം നടന്നു, നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യ മറ്റ് വ്യോമത്താവളങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തുകയാണ്, ഇന്ത്യ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് പറഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് വലിയ നാശനഷ്ടം ഈ റാവൽപിണ്ടിയിലും നൂർഖാൻ വ്യോമത്താവളത്തിലും ഉണ്ടായി. മറ്റ് വ്യോമത്താവളങ്ങളിലും ഇത്തരത്തിൽ ഇന്ത്യയുടെ തിരിച്ചടിയിൽ വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ള കാര്യം തന്നെയാണ് ഷഹബാസ് ഷെരീഫ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. അത് അപൂർവമായിട്ടുള്ള കാര്യം കൂടിയാണ്. എന്നാൽ പോലും പിന്തുണ പിടിച്ചുപറ്റുക എന്നുള്ളൊരു ഗൂഢ ലക്ഷ്യം അതിന് പിന്നിലുണ്ട്. പ്രത്യേകിച്ചും പാകിസ്ഥാനെതിരെ ഭീകരവാദത്തിൽ ഊന്നി ഇന്ത്യ വലിയ പ്രചാരണങ്ങൾക്ക് നീങ്ങുന്ന ഈ ഒരു ഘട്ടത്തിൽ. ഒപ്പം തന്നെ മറ്റു ചില വിവരങ്ങൾ ലഭിക്കുന്നത് പ്രകാരം ഈ പാകിസ്ഥാൻ അവരുടെ സൈനിക ബേസ് താവളം റാവൽപിണ്ടിയിൽ നിന്നും ഇസ്ലാമാബാദിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടികളും ഇതിനോടകം തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ്. അതായത് സാധന സാമഗ്രികളും ഈ സൈനിക ഉപകരണങ്ങളും ഇതിനോടകം തന്നെ ഇസ്ലാമാബാദിലേക്ക് നീക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വിവരങ്ങളാണ്. തങ്ങളുടെ എയർബേസ് റാവൽപിണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നൂർഖാൻ എയർബേസ് ഇന്ത്യ ആക്രമിച്ചതായി പാകിസ്ഥാൻ സമ്മതിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കാണേണ്ടത് അവരുടെ സർഗോദയിലെ സിയാൽകോട്ടിലെ സർഗോദയിലുള്ള J-17 J-15 ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന എയർബേസ് ആക്രമിക്കപ്പെട്ടു. പാകിസ്ഥാനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി ഉണ്ടായി എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന ദിവസങ്ങൾ കടന്നു പോവുകയാണ്.